ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ല ഭംഗിയുള്ളതായി ഈ ഡോർമാറ്റിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. ഞാൻ കണ്ടുപിടിച്ച ഡോർമാറ്റ് ഒന്നുമല്ല, വളരെ പോപ്പുലർ ആയിട്ടുള്ള ഡോർമാറ്റാണ്. യൂട്യൂബിൽ ഒരു ഇൻസ്പയർഡ് വീഡിയോ ആണ് കേട്ടോ. നമ്മൾ വേറൊരു ചാനലിൻ്റെ വീഡിയോ കണ്ടിട്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് കേട്ടോ. വലിയ തെറ്റില്ലാതെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇപ്പം ഞാൻ ഇതുപോലത്തെ ഒരു അരിച്ചാക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു സാധനം വേണം നമുക്ക്, കാരണം ഒരു കഷ്ണം അതിൻ്റെ ബേസ് വെക്കാൻ വേണ്ടിയിട്ട് വേണം. അപ്പോൾ നമുക്കിപ്പോൾ ഒരു പീസ് മതി, പക്ഷേ ഇതിൽ നിന്ന് നമുക്ക് 4 പീസ് കിട്ടും. അപ്പോൾ അത് വെറുതെ കളയണ്ടല്ലോ, അല്ലെങ്കിൽ അത്ര വലുതല്ല നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 4 പീസ് ഞാൻ ഈ ചാക്കിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരെണ്ണം ഉണ്ടാക്കാം, മറ്റേത് ഇരിക്കട്ടെ, പിന്നെ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ റൗണ്ടഡ് റെക്റ്റാങ്കിൾ ആയിട്ടുള്ള സാധാരണ ഒരു ചവിട്ടിയുടെ ഷേപ്പിലുള്ള പീസായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 4 ഉണ്ട്, ഒരെണ്ണം നമുക്ക് എടുക്കാം, മറ്റേത് അവിടെ ഇരിക്കട്ടെ കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് വേസ്റ്റ് ക്ലോത്താണ്. ഇപ്പോൾ ഞാൻ വീഡിയോയുടെ ഒരു എസ്തെറ്റിക്സിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുള്ള കട്ട് പീസിൽ പ്ലെയിൻ തുണികൾ മാത്രം തപ്പിപ്പിടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് പ്രിൻ്റുള്ളതും പഴയ ഡ്രസ്സ് കട്ട് ചെയ്തിട്ടും ഒക്കെ നമുക്കിങ്ങനെ ഡോർമാറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഈ പ്ലെയിൻ ക്ലോത്ത് തന്നെ വേണമെന്നൊരു നിർബന്ധമില്ല. ഇതിപ്പോൾ വീഡിയോ പർപ്പസിന് ആയതുകൊണ്ട് കാണുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഭംഗിയായിട്ടിരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് പ്ലെയിൻ കളറ് മാത്രം ഇങ്ങനെ വെട്ടിയെടുക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ കാണിക്കുന്ന പോലെ സ്ക്വയർ പീസസ് ആയിട്ട് വെട്ടിയെടുക്കുക. സ്ക്വയറിൻ്റെ ഡയമെൻഷൻ എത്ര വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 3 ഇഞ്ച് സ്ക്വയറോ 4 ഇഞ്ച് സ്ക്വയറോ മതി, അതിൻ്റെ അപ്പുറത്തേക്ക് വേണ്ട. അപ്പം അങ്ങനെ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ സ്ക്വയറിൽ നിന്ന് ഒരു കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങിയാലൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരു റെക്റ്റാങ്കിളായി പോയി, അല്ലെങ്കിൽ നമ്മളിങ്ങനെ പീസ് കളയണ്ടെന്ന് വിചാരിച്ചിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കില്ലേ, നമുക്കതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് പറ്റും. അത് നിങ്ങൾക്ക് ഒരെണ്ണം ചെയ്ത് വരുമ്പോൾ മനസ്സിലാവും. അപ്പോൾ തുണി വേസ്റ്റ് ആക്കൊന്നും വേണ്ട. ഏകദേശം ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ കിട്ടുന്ന ഒരു കുഞ്ഞി കഷ്ണം തുണി ഉണ്ടെങ്കിൽ അത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഇതിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ സ്ക്വയറായിട്ട് അല്ലെങ്കിൽ പറ്റുന്ന പോലെ അത്രയും പീസസ് കിട്ടുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്ന് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് പ്രൊഫഷണലി ഒരു സെറ്റപ്പ് സാധനം ചെയ്യണമെന്നുണ്ടെങ്കിൽ ലൈനിങ് ക്ലോത്ത് ഇല്ലേ, വില കുറഞ്ഞ ലൈനിങ് ക്ലോത്തൊക്കെ ഇങ്ങനെ പല കളറിലുള്ളത് വാങ്ങിയിട്ട് ഒരു റെയിൻബോ ഫിനിഷിലൊക്കെ ചെയ്യാം കേട്ടോ. ഇതിന് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇത് സംഗതി ഇത് ചെയ്യാനായിട്ട് ഈസിയാണ്, പക്ഷേ ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ നമുക്ക് ഒരു ഡീക്ലട്ടർ ചെയ്യാണ്, നമ്മൾ വീട്ടിലെ കുറേ തുണികളൊക്കെ ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചുമ്മാ അങ്ങനെ കത്തിച്ച് കളയുന്നതിനൊക്കെ പകരം അത് ഇതുപോലെ നിങ്ങൾക്ക് നേരെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആക്കി മാറ്റിയിട്ട് നമുക്ക് റീയൂസ് ചെയ്യാമല്ലോ. അത്യാവശ്യം ഭംഗിയിൽ കിട്ടും ചെയ്യും. പ്ലെയിൻ ക്ലോത്ത് ആണെങ്കിൽ കുറച്ചുകൂടെ രസം ഉണ്ടാവും, പ്രിൻറ്റഡ് ആണെങ്കിൽ അതിന് വേറൊരു ഭംഗി അങ്ങനെ. അപ്പോൾ നമ്മൾ കുറേയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ചാണ് ഇപ്പോൾ ഞാൻ മെഷീൻ്റെ മീതെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഈ കാണുന്ന രീതിയിൽ ഒരു കോർണറിൽ നിന്ന് ഇങ്ങനെ ചുരുട്ടി കൊടുക്കുക, എന്നിട്ട് താഴേന്ന് ഇങ്ങനെ ചുളിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇതിന് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് പൊക്കോണ്ടേ ഇരിക്കാം. ഇപ്പം എൻ്റെ ഒരു സജഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ കളറും ഒന്നിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാതെ ഓരോ കളറ് തീരുന്നവരെ ഒറ്റ ഒരു സ്ട്രെച്ചിൽ സ്റ്റിച്ച് ചെയ്യുക, എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക, എന്നിട്ട് അടുത്തത് അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്താൽ മതി. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് ഏറ്റവും അവസാനം അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് ഓർഗനൈസ് ചെയ്ത് കൊടുക്കാനായിട്ട് എളുപ്പമുണ്ട്. കുഴപ്പമില്ല, ഒന്നിച്ചിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ മല പോലെ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ആവാം. എന്നിട്ട് അതിന് കട്ട് ചെയ്തെടുത്താൽ മതിയല്ലോ, നിങ്ങളുടെ ഇഷ്ടം പോലെ. ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന രീതിയിലാണ് നമ്മൾ ഓരോരോ പെറ്റൽസ് ഉണ്ടാക്കിയെടുക്കണേ. ഇതൊരു മെത്തേഡ് മാത്രമാണ്. ഇതല്ലാണ്ട് നമുക്കിങ്ങനെ ട്രയാങ്കിളായിട്ട് മടക്കിയിട്ട് വേറൊരു രീതിയിലൊക്കെ വേണമെങ്കിൽ ചെയ്യാം. ഒക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ, പലതരത്തിൽ ചെയ്യാൻ പറ്റും. ഇതൊരു പാറ്റേൺ ആണെന്ന് മാത്രം. ഈ 4 കൂടെ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ നമുക്ക് വേറെ ഏതെങ്കിലും ട്രൈ ചെയ്യാം. അപ്പം ഞാനും എൻ്റെ കുട്ടിയും കൂടെ ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പല കളറിലുള്ള ഒരേ കളർ പാലറ്റിലേക്ക് ഏകദേശം വരുന്ന കയ്യിലുള്ള വേസ്റ്റ് ക്ലോത്താണ് കേട്ടോ അത് മൊത്തം. അതെടുത്തിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ താഴത്തേക്ക് ഒരു ബേസ് ക്ലോത്ത് വേണം. ഈ ചാക്കിൻ്റെ ഭാഗം താഴത്തേക്ക് കാണുന്നത് അത്ര ഭംഗി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതും ഞാനൊരു ഷോള് പഴയത് ഇങ്ങനെ 4ആക്കി മടക്കിയിട്ടിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കാരണം നമുക്ക് ഇപ്പുറത്തേക്ക് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് 4 ഉണ്ട് കേട്ടോ. 4 നമ്മൾ ചാക്കിൻ്റെ പീസ് എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരെണ്ണം നമുക്കിപ്പോൾ ഉണ്ടാക്കാം, മറ്റേത് ഇരിക്കട്ടെ. ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അരികിങ്ങനെ മടക്കിയിട്ട് ഞാൻ കാണിക്കുന്നത് പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അത് വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റിച്ചിങ് ആണ്. നമുക്ക് ഭയങ്കരമായിട്ടുള്ള സ്റ്റിച്ചിങ് അറിയുമൊന്നും വേണ്ട. ജസ്റ്റ് സൈഡ് അടിക്കാനും കീറിയത് കടിക്കാനും ഒക്കെ അറിയാമെന്നുണ്ടെങ്കിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സാധനമേ ഉള്ളൂ ഈ ഡോർമാറ്റ്.
പിന്നെ ഇത് നല്ല എനിക്കിങ്ങനെ തുന്നി വന്നപ്പോൾ എനിക്ക് തോന്നി നല്ല റിലാക്സിങ് ആയിട്ടുള്ള പരിപാടിയാണ്. നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, എന്നാൽ നമ്മുടെ ടൈം അയ്യോ വേസ്റ്റ് ആവുകയാണല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്ന നേരത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. അതുപോലെ ഒരുപാട് കളർഫുള്ളായിട്ടുള്ള പീസസൊക്കെ കിട്ടുകയാണെങ്കിൽ അത് അതിൻ്റെ റിസൾട്ട് ഔട്ട്കം വരുമ്പോൾ നമുക്ക് നല്ലൊരു ആഹാ എന്നുള്ളൊരു ഫീലൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് ഈ ഒരു പീസ് ഏറ്റവും അറ്റത്തുനിന്ന് കുറച്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന പോലെയാണ് കേട്ടോ ഞാൻ വെച്ച് തയ്ച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ, അതിങ്ങനെ തിരിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഇരിക്കുന്നുണ്ടാവുക. നമ്മൾ ആ ഒരു ലൈനിൽ സ്റ്റിച്ച് ചെയ്തെടുത്തതല്ലേ, അതിങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ട് ആ ഒരു ഷേപ്പ് ഏത് ഷേപ്പിലാണോ നമ്മൾ അതിൻ്റെ ബേസ് ആ ചാക്കിൻ്റെ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഷേപ്പിനോട് നീതി പുലർത്തുന്ന രീതിയിൽ തുന്നി കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ തുന്നി ലാസ്റ്റ് വന്നപ്പം സെൻറ്ററിലെ പീസ് കുറച്ച് ചെരിഞ്ഞ് പോവൊക്കെ ഉണ്ടായിട്ടോ. അതൊന്ന് നോക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യണേ. ഇതിങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ ചിലപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടില്ല. അതൊന്ന് നോട്ട് ചെയ്തിട്ട് തന്നെ ചെയ്യണം കേട്ടോ. ഞാൻ സ്റ്റിച്ച് ചെയ്ത് വന്നപ്പോൾ എനിക്ക് പറ്റിയിട്ടുള്ള അബദ്ധമാണ് സെൻറ്ററിലെ പീസസിലേക്ക് വരുമ്പോൾ കുറച്ച് ആ ഒരു ഷേപ്പ് മാറിപ്പോയി എന്നുള്ളത്. പക്ഷേ കുഴപ്പമില്ല, അത് വലിയ കുഴപ്പമില്ലാതെയാണ് ഇരിക്കുന്നത്. കറക്റ്റ് ആ ഒരു റൗണ്ട് റെക്റ്റാങ്കിളിൽ വരികയാണെങ്കിൽ അതിന് കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവുമായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ഭാഗം നമ്മളിങ്ങനെ ചെയ്ത് കഴിയാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ബ്ലൂ കളറ് ആണ് ഫസ്റ്റ് വെച്ചത്. ഡാർക്കർ ഷെയ്ഡ് ലാസ്റ്റ് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്. നമ്മുടെ കയ്യിൽ നമ്മൾ തുന്നിയെടുത്ത ആ പീസസിൻ്റെ കളർ കോമ്പിനേഷൻ എങ്ങനെ വന്നാലാണോ ഭംഗിയാവുക അതിനനുസരിച്ചിട്ട് വെക്കുക. അതല്ലാതെ ഇതിന് പ്രത്യേകിച്ച് റൂളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. പിന്നെ ഞാൻ ഇതിൻ്റെ വീഡിയോസ് കണ്ട് സോനി മോണി ആർട്ട് എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലിലാണ് കേട്ടോ. ഞാൻ മുന്നേ പറയണമെന്ന് വിചാരിച്ചത്, പക്ഷെ പറയാൻ വിട്ടുപോയി. അപ്പോൾ ആ ചാനൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി നോക്കാം, നല്ല വ്യൂസൊക്കെ ഉള്ളതാണ്. പിന്നെ ഞാൻ കുറേ പേരുടെ ചാനലിൽ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അവരുടെ ചാനലിൽ നിന്നാണ് ഞാനിത് കണ്ടത്. ഒരു റെയിൻബോ കളറിൽ വട്ടത്തിൽ വളരെ കളർഫുള്ളായിട്ടുള്ളൊരു സംഗതി ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ കണ്ടത്. നമ്മൾ നെക്സ്റ്റ് ലെയർ എടുത്തു, എന്നിട്ട് അതിൻ്റെ മീതെ ഇത് വെച്ചിട്ട് ഇങ്ങനെ തുന്നി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുക സെൻറ്റർ വരെ. നമ്മളൊരു പ്രാവശ്യം ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ പൊങ്ങി നിൽക്കുന്ന അതിൻ്റെ എഡ്ജുണ്ടല്ലോ അതൊന്ന് പതിച്ചും കൂടെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതാ ഏകദേശം സെൻറ്റർ വരെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സെൻറ്റർ ഭാഗത്ത് എത്തിയപ്പോൾ എന്താ പ്രശ്നം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കനം കൂടുതലായതുകൊണ്ട് മെഷീൻ്റെ അകത്തുനിന്ന് നമുക്കിത് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായി. അപ്പോൾ ഞാൻ ആ സെൻറ്ററിലെ ഭാഗം മാത്രം നൂലും സൂചിയും വെച്ച് തുന്നി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നോർമൽ ഫൂട്ടിന് പകരം റോളർ ഫൂട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കട്ടി കൂടിയിട്ടുള്ള സാധനങ്ങളും നമുക്ക് മെഷീനിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഞാൻ റോളർ ഫൂട്ട് വാങ്ങിയിട്ടുണ്ട്, നാളെയും മറ്റന്നാളോ ആയിട്ട് എൻ്റെ കയ്യിൽ കിട്ടുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം കേട്ടോ അതിൻ്റെ പരിപാടി എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു മാറ്റ് റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. സെൻറ്ററിൽ ഞാനൊരു ചെറിയ തുണി ഇങ്ങനെ മടക്കിയിട്ട് അതും കൈത്തുന്നൽ കൊടുത്തിട്ടുണ്ട് ആ ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട്. ബാക്കി ആ ഒരു എന്താ പറയുക കുറച്ചൊന്നും അതിൻ്റെ ഷേപ്പ് ഇത്തിരി ചെരിഞ്ഞു പോയി എന്നുള്ളത് ഒഴിച്ചാൽ നല്ലതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് യൂസ്ഫുള്ളാണ് ഹെൽപ്ഫുള്ളാണ് എന്നൊക്കെ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.